ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒന്നാമതായിട്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നേരത്തെ തന്നെ അപേക്ഷ വിളിച്ച പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിരുന്നു MG യൂണിവേഴ്സിറ്റി. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ട്രയൽ അലോട്ട്മെൻറ്റ് ഡേറ്റ്. ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ അപേക്ഷ, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ലാസ്റ്റ് ഡേറ്റ്, 7-ാം തീയതി വരെ ആയിരുന്നു. 7-ാം തീയതിക്കുള്ളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷത്തെ ഡിഗ്രി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അപേക്ഷ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികളുടെയും ട്രയൽ അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കുക, ജൂൺ 12-ാം തീയതിയാണ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ജൂൺ 12-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ കയറി ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ ലോഗിൻ വഴി നിങ്ങൾക്ക് അതേപോലെ സ്റ്റുഡൻറ്റ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്രയൽ അലോട്ട്മെൻറ്റ് മീൻസ് വിദ്യാർത്ഥികൾ ജസ്റ്റ് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ കോളേജ് അതേപോലെ നിങ്ങളുടെ കോഴ്സ് മാറ്റങ്ങൾ വരുത്തുവാനും അതേപോലെ ഡിലീറ്റ് ചെയ്യുവാനും അറേഞ്ച് ചെയ്യുവാനുമുള്ള പ്രധാനപ്പെട്ട ഒരു സമയമാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ കൊടുത്ത കോളേജിൽ തീരെ അഡ്മിഷൻ സാധ്യത ഇല്ല എങ്കിൽ സാധ്യത ഉള്ള കോളേജ് നിങ്ങൾക്ക് മുന്നോട്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അപ്പം 12-13 തീയതികൾ വിദ്യാർത്ഥികൾക്കൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കും, എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്, ഇനിയും ഇതുവരെ MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി യൂണിവേഴ്സിറ്റി അവസരം കൊടുക്കുന്നുണ്ട്. അതായത് ഈ എഡിറ്റ് ഓപ്ഷൻ സമയമായിട്ടുള്ള ജൂൺ 12-13 തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഓൺലൈൻ അപേക്ഷ നൽകുവാനുള്ള സമയം അനുവദിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൃത്യമായിട്ട് നേരത്തെ അപേക്ഷ സമർപ്പിച്ച അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതേ രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്പോർട്സ് കോട്ട, അതേപോലെ കൾച്ചറൽ കോട്ട, അതേപോലെ ഡിസബിലിറ്റി PD കോട്ട. ഈ 3 കോട്ടകളിൽ നമ്മൾ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപേക്ഷയിൽ ക്ലിക്ക് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് കോളേജിലാണ്, അപ്പോൾ അതത് കോളേജുകളിൽ നിങ്ങൾക്ക് കോട്ട റാങ്ക് ലിസ്റ്റ് ജൂൺ 13-ാം തീയതി ആയിരിക്കും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ജൂൺ 13-ാം തീയതി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പ്രവേശനം ജൂൺ 13-14 തീയതികളിൽ അതത് കോളേജുകൾ, നിങ്ങൾ ഏത് കോട്ടയിലാണോ ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 13-14 തീയതികളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കോളേജുമായി ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഏത് കോട്ടയിലാണ് നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് MG യൂണിവേഴ്സിറ്റിയുടെ PG 2024 അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അതിനായിട്ട് ശ്രദ്ധിക്കാൻ, നേരത്തെ അതായത് വിദ്യാർത്ഥികളുടെ PGയുടെ അവസാന ഡേറ്റ് അതായത് 14/6/2024 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കുക. അപ്പോൾ ഇനിയും അപേക്ഷ നൽകുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mg.ac.in എന്ന വെബ്സൈറ്റിൽ കയറി വിദ്യാർത്ഥികൾ നിങ്ങളുടെ PG ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് PGയുടെ അഡ്മിഷൻ 14/6/2024 ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും അതായത് സാധ്യത അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് 19-ാം തീയതി, അതായത് ജൂൺ മാസം 19-ാം തീയതി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 26-നും യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപേക്ഷ നൽകിയ എല്ലാ വിദ്യാർത്ഥികളുടെയും ട്രയൽ അലോട്ട്മെൻറ്റ് 19-ാം തീയതിയും അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 26-ാം തീയതിയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കൾച്ചറൽ കോട്ട, അതേപോലെ ഡിസബിലിറ്റി കോട്ട, അതേപോലെ സ്പോർട്സ് കോട്ട ഈ മാസം 11 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഡേറ്റ് 14/6/2024. അതേപോലെ തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് 19-ാം തീയതിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 26-നും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇനി B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഇതുവരെയും യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റും അതേപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ
ഒരുപാട് വിദ്യാർത്ഥികൾ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ കൂടി അവസരം നൽകുന്ന രീതിയിൽ തന്നെയായിരിക്കും MG യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് അഡ്മിഷൻ. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള ഷെയർ ചെയ്യുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സമാധാനശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.